ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെറൈറ്റിയുമാണ്, അതുപോലെ തന്നെ സിമ്പിളാണ്. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് വരെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കോപ്പർ വയർ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഇയർ ഹൂക്ക്, പിന്നെ ഇതാ ചെറിയ ഗോൾഡൻ ബീഡാണ്. നമ്മുടെ ഗിയർ ലോക്കിൻ്റെ ഒക്കെ അത്രയേ ഉള്ളൂ കേട്ടോ ഈ ബീഡ്. അപ്പോൾ ഇത്ര ഐറ്റംസ് വെച്ച് നമുക്ക് നല്ല സൂപ്പർ ഒരു കമ്മൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ബീഡ് ചെറിയ ബീഡാണ് എടുത്തിരിക്കുന്നത്, അതിടുക. വീണ്ടും ഗോൾഡൻ ബീഡ്. ഈ ഒരു പാറ്റേണിൽ ഒരു 4 ബീഡ് കോർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഗോൾഡൻ ബീഡും ലാസ്റ്റും അതേപോലെ തന്നെ ഗോൾഡൻ ബീഡും കോർത്ത് നിർത്തുക. 4 ബീഡിൻ്റെ ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് വലിയതായിട്ട് ഉണ്ടാക്കണം, വലിയ കമ്മലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് 5 ബീഡ്സൊക്കെ ആക്കാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ രണ്ടാമത്തെ സെക്ഷൻ കോർക്കുന്ന ബീഡ്സിലും വ്യത്യാസം വരുത്തണം. അപ്പോൾ നമ്മുടെ ബീഡിൻ്റെയൊക്കെ സൈസ് അനുസരിച്ച് എണ്ണത്തിൽ നമുക്ക് മാറ്റമൊക്കെ വരുത്താം. അപ്പോൾ ഇതാ നമ്മൾ 4 ബീഡ് കോർത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റിൽ ആ ഒരു ചെറിയ ഗോൾഡൻ ബീഡും കൂടി കോർത്ത് നമുക്ക് നിർത്താം. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ ചെറിയ ഗോൾഡൻ ബീഡാണ് എടുത്തിരിക്കുന്നത്, അത് തന്നെ ലാസ്റ്റും വേണം. അപ്പോൾ ഇതാ നമ്മുടെ ബീഡ്സ് ഫസ്റ്റ് സെഷനിൽ ബീഡ് കോർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ചെറിയൊരു ബീഡാണ്, അത് കാരണം തന്നെ കോർക്കാൻ ഇത്തിരി ഒരു ബുദ്ധിമുട്ടുണ്ട്. കമ്പി ആണെങ്കിൽ കൂടി അതിൻ്റെ ഉള്ളിലൂടെ കടത്തിയെടുക്കാൻ ഇത്തിരി പ്രയാസമുണ്ട്, അതാണ് ഇടയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് വീണ് പോകുന്നത്. ഇനി നമുക്ക് ഒരു വലിയ, നമ്മൾ ഏത് കളറാണോ എടുത്തിരിക്കുന്നത് അതിൻ്റെ സെയിം കളറ് വലിയൊരു ബീഡ് എടുക്കാം. അതാ ഇതുപോലെ അത് കോർത്തിട്ട് 2 സൈഡിൽ നിന്ന് നമുക്ക് ഒരേപോലെ വലിച്ചു കൊടുക്കണം. നന്നായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക. കമ്പി ആയതുകൊണ്ട് തന്നെ വലിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ടൈറ്റായി കിട്ടും. അപ്പോൾ കണ്ടോ, ഇതാ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ ബീഡിനേലും കുറച്ചും കൂടി വലിപ്പമുള്ള ബീഡ് വേണം എടുക്കാനായിട്ട്. ഇനി നമ്മൾ ആദ്യം എടുത്ത ചെറിയ ബീഡ് തന്നെ നമ്മൾ ഫസ്റ്റ് കോർത്ത അതേ പാറ്റേണിൽ തന്നെ ഒരു 8 ബീഡ് കോർത്തെടുക്കാം. ചെറിയ ഗോൾഡൻ ബീഡ്, അതിനുശേഷം നമ്മൾ ഫസ്റ്റ് കോർത്ത അതേ സൈസിലുള്ള ബീഡ്സ്, അങ്ങനെ ഒന്നിടവിട്ട് നമുക്കൊരു 8 എണ്ണം കോർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ അത്ര വലിയ ലെങ്ത്തുള്ള വീഡിയോ അല്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന കമ്മലാണ്. അതുകൊണ്ട് തന്നെ ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അത് തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ളതും അതുപോലെ ഒരുപാട് വെറൈറ്റി മോഡൽ കമ്മലുകളും മാലകളും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്ത് തരിക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ പറയുക. നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിലും പറയണം കേട്ടോ. മാറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയുക. ഇതാ കണ്ടോ, നമ്മൾ 8 ബീഡ് കോർത്തിട്ടുണ്ട്. സെയിം ഇതേപോലെ തന്നെ അവസാനം ഗോൾഡൻ ബീഡിൽ തന്നെ നിർത്തുക. ഇനി നമുക്കതിനെ ഒന്ന് വളച്ച്, നമ്മൾ ആദ്യം ഒരു വലിയ ബീഡ് കോർത്തിട്ടുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ അപ്പുറത്തെ വശത്തേക്ക് കോർത്ത് കൊടുക്കുക. ആ വലിയ ബീഡിലൂടെ മാത്രമേ കോർക്കണ്ടൂ, നമ്മുടെ ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർക്കണ്ട. ഇതുപോലെ കോർത്ത് നന്നായിട്ടൊന്ന് വലിച്ച് ടൈറ്റാക്കുക. അപ്പോൾ ഇതാക്കണ്ട 2 പാർട്ടായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് ഇതുപോലെ മാത്രം വേണമെങ്കിൽ യൂസ് ചെയ്യാം. കമ്പി പിരിച്ചു കൊടുത്തിട്ട് ഇയർ ഹൂക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പക്ഷേ 2 ബീഡും കൂടി കോർക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ചു കോർക്കുമ്പോൾ നമ്മൾ ആ വലിയ ബീഡിലൂടെ മാത്രമേ കോർക്കാവൂ. ഇനി നമുക്ക് ഇതിൻ്റെ 2 സൈഡിലും 2 ബീഡും കൂടി കോർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ബീഡ് തന്നെ കോർത്ത് കൊടുക്കാം. എൻ്റെ ചെറിയ ബീഡ് കഴിഞ്ഞു, സെയിം സൈസിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ വലിയ ബീഡാണ് കോർക്കുന്നത്. ക്രീം കളറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഗോൾഡൻ ബീഡ് ഇടുക, അതിനുശേഷം ആ വലിയ ബീഡ് ഇടുക, വീണ്ടും ഒരു ഗോൾഡൻ ബീഡ് ഇടുക. ആ പാറ്റേൺ നമ്മൾ എല്ലാത്തിലും അതേപോലെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. എല്ലാം അതേ പാറ്റേണിൽ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ചെറിയ ബീഡിന് കുറച്ചൊരു ഹോള് കുറവുണ്ട്, അപ്പോൾ അത് കോർത്തെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഞാൻ ആദ്യത്തെ കോർത്ത് ഞാനൊന്ന് വളച്ച് വയ്ക്കാൻ മറന്നുപോയി. രണ്ടാമത്തെ സൈഡും അതേപോലെ തന്നെ കോർക്കുക. ഞാൻ രണ്ടാമത്തെ സൈഡ് കോർത്ത് വന്നപ്പോഴത്തേക്കും ആദ്യത്തെ സൈഡ് കോർത്തത് മുഴുവൻ പോയി. പിന്നെ ഞാൻ വീണ്ടും കോർക്കുകയാണ് ചെയ്തത്. എല്ലാവരും ശ്രദ്ധിച്ചിട്ട് കോർക്കുക. ഇതാക്കണ്ട, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 കമ്പിയും ഒരുമിച്ച് പിടിച്ച് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. നന്നായിട്ട് ചുറ്റി കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ അത് കെട്ടുപോലെ വരും. അപ്പോൾ ഭംഗി ഉണ്ടാവും. നമ്മൾ ഹെയർ വൈനൊക്കെ ചെയ്യാനായിട്ട് ചുറ്റുന്നത് പോലെ ഇതുപോലെ ചുറ്റുക. അപ്പോൾ ഫുള്ള് കമ്പി നമുക്ക് ആവശ്യം വരില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബാലൻസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചുറ്റി നിർത്താം, ഇല്ലെങ്കിൽ ഫുള്ളായിട്ട് ചുറ്റിയിട്ട് ലാസ്റ്റ് കട്ട് ചെയ്താലും മതി. ഇതുപോലെ ചുറ്റി കൊടുക്കുക. ഇനി നമുക്ക് പ്ലെയർ വെച്ചിട്ട് ഒരു ഹൂക്ക് ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ ഇയർ ഹൂക്ക് അതിലൂടെ ഇടാനായിട്ട് ഇതുപോലെ പിടിക്കുക. അതിന് കമ്പി, അതിന് ശേഷം ജസ്റ്റ് ഒന്ന് വളച്ചിട്ട് അതങ്ങനെ ചുറ്റി കൊടുക്കുക. ആ കമ്പിയിലുമ്പോൾ തന്നെ ചുറ്റി കൊടുക്കുക. നമുക്ക് ബാലൻസ് കമ്പി കട്ട് ചെയ്ത് മാറ്റാം, ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമ്പി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിലൂടെ നമ്മുടെ ഇയർ ഹൂക്കിനെ ഒന്ന് കടത്തിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കമ്മൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കും. നമ്മളെപ്പോഴും ബീഡ്സൊക്കെ എടുക്കുമ്പോൾ നല്ല കളറുകൾ തന്നെ സെലക്ട് ചെയ്യുക. കളർ കോമ്പിനേഷൻ നന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ നമുക്ക് ഡ്രസ്സിന് മാച്ച് ചെയ്തൊക്കെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതുപോലെ ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മൾ നല്ല കളർ കോമ്പിനേഷൻ എടുത്താൽ നല്ല അടിപൊളി കമ്മലുകൾ വളരെ എളുപ്പമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണ്, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റും പറയാം. ഇതാക്കണ്ട, നമ്മൾ ഇയർ ഹൂക്കിൻ്റെ ആ ഒരു കുളത്തൊന്ന് അകത്തിയിട്ട് നമുക്ക് ഇതിലൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് പ്രസ് ചെയ്ത് കൊടുക്കാം. എളുപ്പമാണ്, കുട്ടികൾക്ക് വരെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മോഡലാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല.
അപ്പോൾ നമുക്കിനി 2 കമ്മലും ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്ക് ഒന്ന് നോക്കാം. നല്ലത് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പുതിയൊരു ഐറ്റമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.